ഈ സൈനികൻ പെട്ടെന്നുണർന്നപ്പോൾ തന്റെ കട്ടിൽ വെള്ളത്തിൽ മുങ്ങിയതായി അയാൾ കണ്ടു. പേടിച്ച് അയാൾ വേഗം ലൈറ്റിട്ടു. മുറി മുഴുവൻ വെള്ളം നിറഞ്ഞിരുന്നു. ജലനിരപ്പ് ഇപ്പോഴും ഉയരുകയായിരുന്നു. മുറി മുഴുവൻ വെള്ളത്തിനടിയിലാവാൻ അധിക സമയമെടുക്കില്ലായിരുന്നു. കൂട്ടത്തിലുണ്ടായിരുന്ന ഒരാൾ ടോയ്ലറ്റിലൂടെ ശ്വാസമെടുക്കാമെന്ന് എല്ലാവരോടും പറഞ്ഞു. പക്ഷെ അയാൾ അത് പറഞ്ഞതും പെട്ടെന്ന് വെള്ളം സീലിംഗിലെത്തി. എല്ലാവരും വേഗത്തിൽ ടോയ്ലറ്റിലേക്ക് നീന്തി. പക്ഷേ ആ സൈനികൻ വാതിലിന്റെ അടുത്തേക്ക് നീന്തി. എന്നിരുന്നാലും മുറിയിലെ അമിതമായ ജലസമ്മർദ്ദം കാരണം വാതിൽ തുറക്കാൻ കഴിഞ്ഞില്ല. അപ്പോഴേക്കും മറ്റുള്ളവർ ബാത്റൂമിലെത്തിയിരുന്നു. അവർ ആദ്യം ഷവർ ഹെഡ് നീക്കം ചെയ്തു. എന്നിട്ട് ഹോസ് ടോയ്ലറ്റിലേക്ക് ആഴത്തിൽ തിരുകി. ഇത് അവർക്ക് ഹോസിലൂടെ ശ്വാസമെടുക്കാൻ സഹായകമായി. അതേസമയം വാതിൽ തുറക്കുന്നതിൽ പരാജയപ്പെട്ട സൈനികൻ ശ്വാസമെടുക്കാൻ ടോയ്ലറ്റിലേക്ക് പോകാൻ ശ്രമിച്ചില്ല. പകരം അയാൾ ഒരു ചില്ലുജനലിന്റെ അടുത്തേക്ക് നീന്തി. അയാൾ ആദ്യം താഴെയുള്ള പൈപ്പിൽ പിടിക്കുകയും എന്നിട്ട് അത് തകർക്കാൻ ശക്തമായി ഇടിക്കുകയും ചെയ്തു. പെട്ടെന്ന് തന്നെ ഗ്ലാസിൽ വിള്ളലുകൾ പ്രത്യക്ഷപ്പെട്ടു. കുറച്ചുകൂടി ശക്തമായി ഇടിച്ചതിനു ശേഷം ഗ്ലാസ് പൂർണ്ണമായും തകർന്നു. അങ്ങനെ സൈനികൻ എല്ലാവരെയും രക്ഷിച്ചു. അപ്പോൾ അടുത്തുള്ള ഒരാൾ സമയം നോക്കി വേഗം അത് തന്റെ നോട്ട്ബുക്കിൽ എഴുതിവെച്ചു. ഇത് ഉന്നത ഉദ്യോഗസ്ഥർ ഏജന്റുമാർക്ക് നടത്തിയ ഒരു പരീക്ഷണമാണെന്ന് അപ്പോഴാണ് മനസ്സിലായത്. വിജയിക്കുന്നവർക്ക് അടുത്ത ഘട്ടത്തിലേക്ക് മുന്നേറാൻ കഴിയുമായിരുന്നു. പരാജയപ്പെട്ടാൽ അവർക്ക് ജീവൻ നഷ്ടമാകും. എന്നിരുന്നാലും ഇതിലും ഭയാനകമായ കാര്യങ്ങൾ വരാനിരിക്കുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. ഏജന്റുമാർക്കുള്ള രണ്ടാമത്തെ പരീക്ഷണം ഉയർന്ന സ്ഥലത്തു നിന്നുള്ള പാരച്യൂട്ട് ചാട്ടമായിരുന്നു. ആദ്യം ഇത് വളരെ ലളിതമാണെന്ന് അവർ കരുതി മടിക്കാതെ താഴേക്ക് ചാടി. എന്നാൽ അവർ വായുവിലായിരിക്കുമ്പോൾ 6 പേരിൽ ഒരാളുടെ പാരച്യൂട്ടിന് തകരാറുണ്ടെന്ന് ഇൻസ്ട്രക്ടർ പറഞ്ഞു. അതിനർത്ഥം ഒരാൾ തീർച്ചയായും മരിക്കുമെന്നാണ്. എല്ലാവരും രക്ഷപ്പെടാൻ വേണ്ടി കൈകൾ കോർത്ത് ഒരു വൃത്തമുണ്ടാക്കി ഓരോരുത്തരായി പാരച്യൂട്ടുകൾ തുറക്കാൻ സൈനികൻ നിർദ്ദേശിച്ചു. പക്ഷേ ഓരോരുത്തർക്കും പാരച്യൂട്ട് ഉണ്ടെന്ന് മനസ്സിലാക്കിയപ്പോൾ അവർ കൂട്ടുകാരെ ഉപേക്ഷിച്ചു. ഇങ്ങനെ 6 പേരുടെ സംഘം വേഗത്തിൽ രണ്ടായി പിരിഞ്ഞു. അവർ നിലത്തിറങ്ങുന്നതിന് തൊട്ടുമുമ്പ് സൈനികനും മറ്റൊരാളും പരസ്പരം വിശ്വസിക്കാൻ തീരുമാനിച്ചു. അവർ പരസ്പരം കെട്ടിപ്പിടിക്കുകയും അവസാന നിമിഷം തങ്ങളുടെ പാരച്യൂട്ടുകൾ തുറക്കുകയും ചെയ്തു. ഒടുവിൽ അവർ രണ്ടുപേരും സുരക്ഷിതമായി രക്ഷപ്പെട്ടു. ഈ പരീക്ഷണം ധൈര്യത്തെക്കുറിച്ചുള്ള മാത്രമല്ല, ടീം സ്പിരിറ്റിനെക്കുറിച്ചും കൂടിയാണെന്ന് ഇൻസ്ട്രക്ടർ അവരോട് പറഞ്ഞു. കൂട്ടുകാരെ ഒറ്റിക്കൊടുത്തവർ അപ്പോൾ തന്നെ ഒഴിവാക്കപ്പെടും. കാരണം അവർ ഏജന്റുമാരാകാൻ യോഗ്യരല്ലായിരുന്നു. പരീക്ഷണം കഴിഞ്ഞപ്പോൾ എന്തുകൊണ്ടാണ് തനിക്കാണ് പാരച്യൂട്ട് ഇല്ലാതിരുന്നത് എന്ന് സൈനികൻ ഇൻസ്ട്രക്ടറോട് ദേഷ്യത്തോടെ ചോദിച്ചു. വിശദീകരിക്കുന്നതിന് പകരം ഇൻസ്ട്രക്ടർ സൈനികന്റെ ബാഗ് തുറന്നു. അപ്പോൾ എല്ലാവരുടെയും പാരച്യൂട്ടുകൾ നല്ല നിലയിലായിരുന്നെന്ന് മനസ്സിലായി. ഈ പരീക്ഷണത്തിന്റെ ഉദ്ദേശ്യം സ്വാർത്ഥരും തന്റെ കാര്യം മാത്രം നോക്കുന്നവരുമായ ആളുകളെ ഒഴിവാക്കുക എന്നതായിരുന്നു. അത് പൂർണ്ണമായും വിജയിക്കുകയും ചെയ്തു.